ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് റീൽ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്തുമാത്രം മാങ്ങയാണ് ഇപ്പം തന്നെ വീണത്. മൊത്തം പറക്കാം. ഒന്ന് പഴുത്ത മാങ്ങ ഉണ്ടോ? ഒന്ന് ഇത് കൊത്തി ആരണ്ട് താഴെ കൊത്തി താഴെ വീണയാണ്. കിളികൾ കൊത്തി ഒരെണ്ണം. ശബ്ദം കേട്ട് ഞാൻ തല വീഴുമായിരിക്കും. തോണ്ട ടോട്ടൽ നമുക്ക് ഇപ്പം തന്നെ 4 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു മാങ്ങ പച്ചയാ. ഇത്രയും മാങ്ങ ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി കിങ്ങണി മൊത്തം കിങ്ങണിക്ക് പൊട്ടിട്ട് കൊടുത്താലോ? തുരുട്ടി വെക്കണം ഈ പെണ്ണിനെ. തുരുട്ടി വെക്കണം ഈ പെണ്ണിനെ. അഴുക്കും പിടിച്ച് വെച്ചിരിക്കും. അഴുക്കും. ഈ പൂച്ചയുടെ മൂക്കിനകത്ത് പുഴു ഉണ്ടെന്ന് പറഞ്ഞ സത്യമാണോ? തലമണ്ടയ്ക്ക് പുഴു മൂക്കിനകത്തില്ലേ? തലമണ്ടയ്ക്കാന്ന് പറയുന്നത് എന്തുവാന്ന് ആര് പറഞ്ഞു? തയ്യൽ പഠിക്കാൻ പോയടുത്ത് ചേച്ചി പൂച്ചയുടെ തലമണ്ട പുഴു. തലമണ്ടയല്ല, മൂക്കിനകത്ത്. മൂക്കിന്നല്ലേ തലേന്ന് ഇങ്ങോട്ട് വരുന്നത്. ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കിറുന്നുള്ള. അതൊക്കെ ഇഷ്ടം. അങ്ങനെ പൂച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടം വരുമ്പോഴാണ് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരെന്തെങ്കിലും പാത്തും പതിനൊക്കെ നിന്ന് മീൻ പിടിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിൻ്റെ ഉടമസ്ഥ കുളം മീൻ പിടിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവർ കൊച്ചു പിള്ളേർ മീൻ പിടിക്കുന്ന പേടി, അവരിനകത്ത് പൊതഞ്ഞു പോകുമോ എന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഫസ്റ്റ് വരേണ്ട വീഡിയോ ലാസ്റ്റാണ് വന്നേക്കുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ എങ്ങനെയോ വന്ന് അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ആരും കാണാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ആ വീട്ടിലെ ആൻറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് മീൻ പിടിക്കാൻ വേണ്ടി. ഇവ മീൻ പിടിക്കുന്നത് മറ്റവന് ഇഷ്ടമല്ല, മറ്റവൻ മീൻ പിടിക്കുന്നത് ഇവനും ഇഷ്ടമല്ല. എന്തായാലും ആദ്യമേ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കുട്ടനെ മീൻ പിടിക്കാൻ. ഉണ്ണിക്കുട്ടൻ കുറേ നേരം മീനെ പിടിക്കാൻ വേണ്ടി കുറേ വേലകൾ കാണിച്ചിട്ട് പോലും ആണ്ട
ചൂണ്ട കുരുങ്ങിയതല്ലാതെ അവന് മീനെ കിട്ടിയതേ ഇല്ല. പിന്നെ മറ്റവനാണെ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒന്ന് മീൻ പിടിക്കുക, മീൻ കിട്ടിയാൽ പോരായോ. ഇവൻ ഇഷ്ടമല്ല കേട്ടോ ഉണ്ണിക്കുട്ടൻ മീൻ പിടിക്കുന്നത്, ശ്രീക്കുട്ടന് ഇഷ്ടമല്ല ഉണ്ണിക്കുട്ടൻ മീൻ പിടിക്കുന്നത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ ഇവർ രണ്ടുപേരും ആര് പിടിക്കുമ്പോൾ മീൻ വരും, മീൻ കിട്ടുമോ, എവിടെ കിട്ടാൻ. അങ്ങനെ അവസാനം ചൂണ്ട കുരുങ്ങി. ശ്രീക്കുട്ടൻ വെറുതെ വിടുവോ? ഉണ്ണിക്കുട്ടൻ പണങ്ങി പോയി. വീണ്ടും ശ്രീക്കുട്ടൻ തന്നെ പിടിക്കാനിരുന്നു. ഭാഗ്യവശാൽ മീൻ കിട്ടി, പക്ഷെ നിർഭാഗ്യവശാൽ മീൻ പോയി. വലിയ ഷോ എടുത്ത് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാ, മീൻ പോയി. എന്താടാ ട്രെയിനിങ് കിട്ടിയ മീനാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇത് മാറ്റാൻ പറ്റുമോടാ? ഞാനെന്തോ ഇത് മാറ്റാൻ പറ്റുന്ന ഉദ്ദേശം മനസ്സിലായോ ഗൈസ്? മീനിൻ്റെ മറ്റേ വേറൊരു ചൂടുണ്ടല്ലോ, വീണ്ടും പോയോ? അപ്പുറത്ത് അയ്യത്താ വീണ സാധനം അപ്പുറത്ത് ചളുങ്ങിയോ നോക്കാം. പോയി ആളില്ലാത്ത വീട്ടിൽ മോട്ടിക്കാൻ. പിന്നെ അവിടെ നിന്നാലും അത് നമ്മള് കട്ട് ചെയ്യുന്നൊക്കെ ശീലം. ആകാശേ പേടിക്കത്രയും കട്ട് ചെയ്തില്ല കേട്ടോ, കട്ട് ചെയ്തില്ലേ ആകാശേ? അതെ തന്നെ, ആളില്ലാത്ത വീട്ടിൽ കയറി നിന്നിട്ടുണ്ട് പിച്ചിട്ട് കാര്യം. അതിപ്പോ മനുഷ്യന്മാര് ഓമ എടുക്കാൻ ബിരിയാണി ഓടുന്ന കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ പാത്ത് നിന്ന് മീനെ പിടിക്കുകയാണ്. വീട്ടുകാർ കണ്ടാൽ ഞങ്ങളെ ഓട്ടിക്കും. ഉണ്ടോ അതാ കട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങോട്ട് നീങ്ങി എടുക്കടാ, കൊളുത്തി എടുക്ക്. എന്തുപോലെ ഒരു കണ്ട് കട്ട് പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതാ കട്ട് ഞങ്ങൾ കപ്പയ്ക്ക വെച്ചിക്കൊണ്ട് വന്നപ്പോൾ ഇത് ഞങ്ങൾ കട്ട് വെച്ച് തന്നെ ഞങ്ങൾ ധൈര്യത്തോടെ പറയും. കരക്കിടുന്നു എവനെ ചൂട്ടിടാൻ പഠിപ്പിക്കണം ആദ്യം. റൗണ്ട് അടിച്ചേ ഫ്രണ്ടിലോട്ട് മുന്നോട്ട് അങ്ങോട്ട് ഇറക്കിട്ട് കഥ കളിച്ചേ. നീ ഒന്ന് പെയ്യ കളിച്ചാൽ അടിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല. ഇത് വീണ സൗണ്ട് കിട്ടുന്ന അങ്ങനെ പെണ്ണുങ്ങൾ വന്നതാണോ? ഇതിനകത്ത് പിടിക്കത്തില്ല, മറ്റേ ചെറുതാണെങ്കിലും പിടിക്കത്തുള്ളൂ. അടുത്ത ആള് കയറാൻ പോകുന്നത്. എത്ര പേരാണ് വിൽക്കാൻ പോകുന്നത്, കിട്ടുമല്ലോ. അടുത്ത ആകാശ് പോവുകയാണ് പിടിക്കാൻ. അവരെപ്പോഴേ കണ്ടതിലൊന്നും പറയാത്ത, നേരത്തെ കണ്ട്. ഞങ്ങളുടെ പറമ്പിലെ കപ്പയ്ക്ക കണ്ടോ കണ്ടോ കണ്ടോ? ഇവിടെ ഫുള്ള് ചെടിയുണ്ട്. എന്താ കസാര ഐസ്ക്രീം, കോൺ ഐസ്ക്രീം പോലല്ല, മറ്റേ ഐസ്ക്രീം പോലെ. അത് പറഞ്ഞാൽ മതി.
സച്ചു കമോൺ വാടാ ക്യാച്ച്. സച്ചു. ഓണ്ട മഞ്ഞ കളർ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ചോട്ടറാ, ഇവിടെ ചോട്ടി ഇങ്ങോട്ട് കയറി എന്തോരം കയറിയൊക്കെ നമ്മളില്ലേ. അതിനകത്ത് പിടിക്കരുത്, ഇതിനകത്ത് പിടിക്കോ. അവിടെ നിന്റെ കണ്ണു തലവട്ടത്തേക്ക് നോണം മണ്ടക്കടാ. അന്റെ കൈ പോയെടുത്തിട്ട് തന്നെ അവിടെ തന്നെ പിച്ച് 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 പിച്ച്. യെസ് ഓക്കെ. അവനങ്ങ് ഇറങ്ങുവാ. പിടിച്ചോ. രാവിലെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. കണ്ട കണ്ട രാവിലെ ഉറക്കത്തിന് വെട്ടിക്കളഞ്ഞു. അത് സൈക്കോ. ഇറങ്ങി ഇറങ്ങി കാലി കയറി. ചോക്ലേറ്റ് കൂടിയാണോ? അത് വേണം വീഡിയോ എടുക്കാൻ. ആ വേണം. എങ്ങനെ ഉണ്ടാക്കി? കൊക്കോയിന്ന് ഉണ്ടാക്കിയോ? കള്ളം പറയരുത്. ഇങ്ങക്കൊരു കണ്ടന്റ്. ഇത് ഇവിടാണ് ഇതുവരെ ഇത് കൊക്കോ പൊട്ടിച്ചത്. കൊക്കോയ്ക്കകത്ത് വിഷറ് കേറാഞ്ഞത് കാര്യമായി. പകുതി തടുത്ത് തടാ. ബൂട്ടിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ച സാധനം ഞാൻ ബാക്കിയെടുത്ത് കളഞ്ഞു. എന്തോത്തിന് നാച്ചുറൽ ബോട്ടി വെച്ചാ മുഖത്തിടുന്നു. ഇത് ഇതിന്ന് ഉണ്ടാക്കിയെടുത്ത മണമുണ്ട്. ഒരുപാട് മതി മണം. ഇതിന്ന് എടുത്താന്നോ കുഴുന്ന്? കുഴു ഉണക്കി പൊടിച്ചോ? എന്താ എനിക്കുന്നാ ശരി. നിനക്കും വേണ്ടായോ? വേണോ വേണ്ടായോ? കണ്ടില്ല. മുഖത്തിടുവോ? മുഖത്തിടുവോ? പാലിനകത്തിട്ട് അങ്ങനെ വന്ന് ഒരുമിച്ചിടരുത്. അതിന്റെ ഓടിയൊക്കെ പിന്നെ 100 ടാങ്കിരിക്കുന്നത് ആകെ 200 രൂപയ്ക്ക് മേടിച്ചോണ്ട് ഈ മീൻ കൊള്ളാം. നല്ല രസമുണ്ട്. അതിന്റെ വാല് കാണാൻ. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിട്ടുമോ? ഒരു മീനെ പിടിച്ചേക്ക് പിടിക്കട്ടെ. എന്താ പഠിപ്പിച്ചോ? മുടങ്ങിട്ടാ അതിനെ പൊട്ടിയിടണം. പിന്നെ എണ്ണത്തിനെ കൂട്ടിക്കരുത്. അടങ്ങിടാ. അതവിടെ കിടക്കട്ടെ. എനിക്ക് എന്താ പരിപ്പ്? അവസാനം മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കയ്യിൽ സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ? എന്തോ കാണിച്ചു? ഓ മെഡലൊക്കെ കിട്ടി. എന്താടാ? എന്തേലോ അവൻ ഷോ കാണിക്കല്ലേ?